നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വരണം, ഞങ്ങളിൽ നീ വസിക്കണം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ദൈവവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയാനും ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച ഉണ്ടാകുവാനും കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും കർത്താവെ നിത്യജീവന് ഞങ്ങൾ നിന്നോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടപെടണമേ. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ കൊണ്ടുപോയി പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാക്കുകളെ തരണം. നീ തന്നെ ആലോചനകൾ തരണം. നീ തന്നെ പറയുന്ന വാക്കുകൾ സംസാരിക്കുവാൻ ഇടയാക്കണം. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ. വിതയ്ക്കപ്പെടുന്ന വിത്തെല്ലാം നൂറുമേനി ഫലം പുറപ്പെടുവിക്കത്തക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മളെ ധ്യാനിക്കാനായിട്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 6 മുതൽ ആണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. 5 വരെയാണല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ച് നിർത്തിയത്. 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നതേയില്ല. ദൈവം മുഖം നോക്കുന്നവൻ അല്ലല്ലോ. നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് പൗലോസ് ജെറുസലേമിൽ ചെല്ലുന്നു. അവിടെ യാക്കോബ്, പത്രോസ്, യോഹന്നാനുണ്ട്. അവരുമായി ഒന്ന് കാണാനായിട്ടാണ് പോയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വെളിപാടനുസരിച്ചാണ് പോയത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴത്തെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പ്രധാന നേതൃസ്തംഭങ്ങളിൽ ഒക്കെയുള്ള ആൾക്കാരായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ്. അപ്പോൾ പൗലോസിൻ്റെ വിജാതിരോടുള്ള പ്രസംഗത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളോ പരിച്ഛേദന കർമ്മത്തെക്കുറിച്ചുള്ള തർക്കമുണ്ട്, എന്തെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾക്കറിയാമെന്നുള്ളൊരു ഭാവം ഒരു പക്ഷെങ്കിൽ അവർക്കുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത്, എനിക്ക് അവരെക്കുറിച്ച് അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഗണിക്കുന്നില്ല. കാരണം എന്താണെന്ന് നേരത്തെ തന്നെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഈ ജ്ഞാനം, അറിവ്, സുവിശേഷം അത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. കർത്താവിനാൽ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതിനേക്കാട്ടിൽ കൂടുതലായിട്ട് വേറൊരാൾ പറയുന്നതിലല്ലല്ലോ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇതാണ് പൗലോസിൻ്റെ ആ മനോഭാവം. കർത്താവ് നേരിട്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് പൗലോസിന് തൻ്റെ പ്രസംഗം പറയേണ്ട കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ ദൗത്യത്തിന് യഥാർത്ഥത്തിൽ യാക്കോബ്, പത്രോസ്, യോഹന്നാൻ ദൃക്സാക്ഷികളാണ്. യേശുവിൻ്റെ കൂടെ അപ്പോസ്തലന്മാരായി ഇരുന്നവരാണല്ലോ പത്രോസും യോഹന്നാനും. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവനാണല്ലോ യാക്കോബ്. ദൃക്സാക്ഷികളാണ് യേശുവിൻ്റെ ജീവിതം. കുരിശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ അവരെ കണ്ടവരാണ്. എന്നാൽ പൗലോസ് അങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ സ്വന്തം കണ്ടുകൊണ്ട് ദർശിച്ചവനാണ് പൗലോസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ആ സുവിശേഷത്തിന് അപ്പുറമായിട്ട് പ്രത്യേകിച്ച് ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനില്ലല്ലോ എന്നാണ് പൗലോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. നേരിട്ട് കിട്ടിയിരിക്കുന്നു, പിന്നെ പ്രത്യേകിച്ചൊന്നും കേൾക്കാനില്ല. ആ വാക്യത്തിൽ പൗലോസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം മുഖം നോക്കുന്നവൻ അല്ലല്ലോ. ദൈവം മുഖം നോക്കിയല്ല
പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ബൈബിളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയിലെ പ്രസംഗം മത്തായി അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ടല്ലോ, യേശുവിൻ്റെ മലയിലെ പ്രസംഗം. അവിടെ യേശു അരുളി ചെയ്തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. ഇവിടെ ശത്രുക്കളെയും സ്നേഹിക്കുവാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തെ തന്നെയാണ്. കർത്താവ് പറയുന്നു, പിതാവായ ദൈവം സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുമ്പോഴൊക്കെ പക്ഷപാതം കാണിച്ചല്ല മഴ പെയ്യ്ക്കുന്നത്, സൂര്യനെ ഉദിപ്പിക്കുന്നതൊക്കെ. പക്ഷപാതം എന്ന് പറഞ്ഞൊരു കാര്യം ദൈവത്തിൻ്റെ കയ്യിലില്ല എന്ന് അർത്ഥം. ജോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം വാക്യം. അവിടുന്ന് ദൈവം രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല, ധനവാന്മാരെ ദരിദ്രരേക്കാൾ പരിഗണിക്കുന്നുമില്ല. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് അപ്പോസ്തലൻ ഒരു പ്രസംഗം ചെയ്തു. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ്. അതിൻ്റെ ഒരു വാചകം ഞാൻ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 34-35. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ കൊർന്നേലിയോസും കുടുംബവും കൊർന്നേലിയോസ് വിളിച്ചു വരുത്തിയ സ്നേഹിതരും ഒത്തിരി ആൾക്കാരും എല്ലാം ഉണ്ട്. പത്രോസ് വന്നിട്ട് സുവിശേഷം അറിയിക്കും. അത് രക്ഷയ്ക്കുള്ള ആവശ്യമാണെന്ന് കൊർന്നേലിയോസിനോട് ദൈവം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. അങ്ങനെയാണ് പത്രോസോട് വരുന്നത്. പത്രോസ് തൻ്റെ പ്രസംഗം തുടങ്ങി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സത്യമായും ദൈവത്തിന് പക്ഷപാതം ഇല്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞങ്ങൾ സത്യമായി അറിയുന്നു. ജാതി നോക്കിയല്ല രക്ഷ നൽകുന്നത് എന്ന്. അത് പത്രോസ് പറഞ്ഞു. പക്ഷപാതം ദൈവത്തിന് ഇല്ല എന്നവിടെ ചൂണ്ടിക്കാണിക്കുന്നു. റോമർ 10-ാം അധ്യായം 12-13 വാക്യങ്ങളിലായിട്ട് പൗലോസ് എഴുതിയിരിക്കുകയാണ്: യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ജാതി നോക്കിയല്ല, എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശയ്യ 11-ാം അധ്യായം 18-ാം വാക്യം പറയുകയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, വരുവീൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യേശയ്യ വീണ്ടും പറയുന്നു 55:1: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവീൻ, നിർധനൻ വന്ന് വാങ്ങി കുടിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. എല്ലാം സൗജന്യമായിട്ടാണ്, വന്നാൽ മതി. ജാതി നോക്കിയല്ല, ആര് ഏത് നാട്ടുകാരൻ എന്ന് നോക്കിയല്ല, നിറം നോക്കി അല്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ. കർത്താവ് ആരെയാ വിളിച്ചത്?
യഹൂദരെ വിളിക്കുകയാണോ, പരീശരെ വിളിക്കുകയാണോ, നിയമജരെ വിളിക്കുകയാണോ, അങ്ങനെയൊന്നുമല്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ്റെ പ്രശ്നം ആശ്വാസമില്ല എന്നുള്ളതാണ്. ആശ്വാസം കിട്ടാൻ അങ്ങോട്ട് ചെന്നാൽ മതി യേശു കർത്താവിൻ്റെ സന്നിധിയിൽ. യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് വരാൻ. യേശു തന്നെ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഇതുപോലെ ശാന്തശീലൻ വിനീത ഹൃദയൻ വേറെ ആരുമില്ല. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവീൻ. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. വെളിപാട് 22:17 ഒരു വാചകം നമ്മളോട് പറയുന്നു, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ആരാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്? ദാഹിക്കുന്നവൻ വരട്ടെ. വചനത്തിനു വേണ്ടി ദാഹിക്കുന്നവനുണ്ട്, വരട്ടെ. സ്വർഗരാജ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ച് ദാഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വരട്ടെ. ആരെന്ന് നോക്കിയല്ല, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ആഗ്രഹിച്ചാൽ മതി ജീവജലം തരികാൻ. ജീവൻ്റെ ജലം നിത്യജീവൻ്റെ ജലമാണ്, ആത്മാവ് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അത് വന്ന് സ്വീകരിക്കട്ടെ, വന്നാൽ മതി, സൗജന്യം. ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവ് പക്ഷപാതമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് എഴുതിയിരിക്കുന്ന വാചകം 1, അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നതേയില്ല. യാക്കോബ്, പത്രോസ്, യോഹന്നാൻ്റെ കാര്യമാണ്. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നതേ ഇല്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്ഥാനമാനങ്ങൾ, പല സ്ഥാനമാനങ്ങളിലാണല്ലോ ഓരോരുത്തരെയും വെച്ചിരിക്കുന്നത്. അത് എന്താണ് എന്ന് ഉള്ള ഒരു പൊതു അറിവ്, കോമൺ നോളജ്. ആ അറിവ് നേടിയെടുക്കുക എന്നത് രക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? ഇത് ലോകത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. രക്ഷയെ സംബന്ധിച്ച് ആ അറിവ് വേണമെന്നൊന്നുമില്ല. ആ അറിവ് ലഭിച്ചതുകൊണ്ട് സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരു മാർക്ക് കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അതിനൊന്നും മാർക്കില്ല. വാക്യം 7 കിടക്കുകയാണ്. ഞാൻ 7-ാം വാക്യം വായിക്കാം. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ പരിച്ഛേദിതർക്കുള്ള യഹൂദ ആൾക്കാർ സുവിശേഷം പത്രോസിനും, അപരിച്ഛേദിതർക്ക് വിജാതിർക്കുള്ള സുവിശേഷം പൗലോസിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. ആ വാചകത്തിൽ നമ്മൾ വിചാരിക്കരുത് അവിടെ എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനൊരു വിഭജനം, പത്രോസിന് യഹൂദന്മാരുടെ ഇടയിലും പൗലോസിന് വിജാതിരുടെ ഇടയിലുള്ള സുവിശേഷ വേല എന്ന് അവിടെ വെച്ച് തീരുമാനിച്ചെന്നല്ല. ആ കാര്യം അങ്ങനെയാണ് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം അവിടെ അവർക്ക് മനസ്സിലായി എന്നാണ്. വിജാതിരുടെ അപ്പൊസ്തോലനായി പൗലോസിനെ നിയോഗിച്ചത് ആരാണ്? ഉയർത്തെഴുന്നേറ്റവനായ യേശു തന്നെയാണ് ആ നിയമനം നടത്തിയത്. പൗലോസ് അങ്ങനെ പത്രോസിന് തുല്യനായി
നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുവിശേഷ പ്രവർത്തനം 2 ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ഈ വിഭജനം ഭൂമിശാസ്ത്രപരമായ ഒരു വിഭജനമല്ല, ഭൂമിശാസ്ത്രപരമായ ഒരു വിഭജനമാണ്, അല്ല നരവംശാസ്ത്രപരമായ ഒരു വിഭജനമല്ല. കാരണം നമുക്കറിയാം, പൗലോസ് തന്നെ വിജാതിരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആദ്യം പ്രസംഗിക്കുന്നത് സിനഗോഗുകളിലാണ്. അവിടെ തുടങ്ങിയിട്ട് വേണം വിജാതിരോട് പറയാനുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കാൻ. അങ്ങനെയാണ് പൗലോസ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് തെസലോനിക്കായിൽ ചെന്നപ്പോൾ പൗലോസ് അവിടെ ചെയ്തത് അവിടെയുള്ള സിനഗോഗിൽ ആണ് ആദ്യം പ്രസംഗിച്ചത്. അപ്പസ്തോല പ്രവൃത്തികൾ 17:2 തെസലോനിക്കായിലെ ആ പ്രസംഗത്തെക്കുറിച്ച് ഒരു വാചകം എഴുതിയിട്ടുണ്ട്. പൗലോസ് പതിവനുസരിച്ച് അവിടെ ചെന്ന് 3 ശാബത്തുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി അവരോട് സംവാദത്തിൽ ഏർപ്പെട്ടു. കൊറിന്തോസിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പസ്തോല പ്രവൃത്തികൾ 18-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ എല്ലാ ശാബത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിലേർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സീലാസും തിമത്തിയോസും മക്കദോനിയായിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്തുവാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം തുടങ്ങുന്നത് യഹൂദരുടെ ഇടയിൽ തന്നെയാണ്, സിനഗോഗിലൊക്കെയാണ് പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഒരു വിഭജനമാണ്, അല്ലാതെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. റോമാലേഖനം 3-ാം അധ്യായത്തിൽ 29-39 വാക്യങ്ങൾ പൗലോസ് എഴുതിയിരിക്കുന്നു. ദൈവം യഹൂദരുടേത് മാത്രമാണോ? വിജാതിയരുടേതുമല്ലേ? അതേ, അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിനെ ഏൽപ്പിച്ചു. അപരിച്ഛേദിതർക്ക് ഉള്ളത്, വിജാതിർക്കുള്ളത് പൗലോസിനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ടാണ് പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിനെ ഏൽപ്പിച്ചത്? നമുക്ക് ചില കാര്യങ്ങൾ ബൈബിളിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ഉള്ളതേ ഉള്ളൂ. ഒന്ന്, പൗലോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. പത്രോസും ഉൾപ്പെടെ അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ കേസറിയ ഫിലിപ്പി പ്രദേശത്തേക്ക് യേശുവിനോട് അങ്ങനെ കൂടെ ഒത്ത് നടന്നു പോകുമ്പോൾ യേശു ശിഷ്യന്മാരുടെ ഒരു കാര്യം അന്വേഷിച്ചു ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, നീ ഒരു വലിയ പ്രവാചകനാണ്, എലിയ പ്രവാചകനാണെന്ന് ചിലർ പറയുന്നു, സ്നാപകൻ ഉയർത്തു വന്നതാണെന്ന് ചിലർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ പ്രവാചകനാണ്. ഇതൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായം. യേശു ആ ഉത്തരത്തിൽ തൃപ്തിപ്പെടുന്നില്ല. കൂടെ 2-3 വർഷത്തോളം കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചവരാണല്ലോ അപ്പോസ്തലന്മാർ. അവരെന്താണ് അഭിപ്രായം? അവരെ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു അറിയാൻ യേശു ശിഷ്യന്മാരോട് തന്നെ ചോദിച്ചു, ഞാൻ ആരാകുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ ഉത്തരം നൽകിയത് പത്രോസാണ്.
നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. പത്രോസിന് ഇങ്ങനെ മനസ്സിലായി. യേശു പറഞ്ഞു, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വേറൊരു സന്ദർഭത്തിൽ പത്രോസ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. നിത്യജീവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും, തൻ്റെ വചനം കേൾക്കുന്നവർക്ക് ലഭിക്കുമെന്ന് യേശു ഒരിക്കൽ പഠിപ്പിച്ചപ്പോൾ പലരും യേശുവിനെ വിട്ട് പോയി. യേശു അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അവിടെയും പത്രോസാണ് അവർക്കിടെ എല്ലാം പ്രതിനിധി എന്നുള്ള നിലയിൽ ഉത്തരം നൽകുന്നത്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കൽ ഉണ്ട്. മൂന്നാമത് നമ്മൾ കാണുന്നത്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം തിബെരിയോസ് കടൽ തീരത്ത് വെച്ച് യേശു പ്രത്യക്ഷപ്പെടുന്നു. ശിമിയോൻ പത്രോസിനോട് ചോദിക്കുന്നു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? മൂന്ന് പ്രാവശ്യമാണ് ആ ചോദ്യം ആവർത്തിച്ചത്. 3 പ്രാവശ്യവും പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. അങ്ങനെ ഒരു അധികാരം, ഒരു ദൗത്യം, ഒരു നിയോഗം പത്രോസിനെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് മാർദ്ദവ ഹൃദയനും സ്നേഹവാനുമാണ്. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുമെന്നുള്ള കാര്യം യേശു നേരത്തെ പത്രോസിനോട് പറഞ്ഞു. കോഴി കൂകുന്നതിന് മുമ്പ് ഈ രാത്രി തന്നെ 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും. ഇല്ല കർത്താവേ, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ ആ രാത്രി തന്നെ തള്ളിപ്പറഞ്ഞു. യേശു കാരാഗ്രഹത്തിൽ വെച്ച് തന്നെ, കയ്യാഫാസിൻ്റെ ഭവനമാണ് യേശുവിനെ വിസ്തരിക്കുന്നത്. യേശു അവിടെ നിന്ന് പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി, പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് പത്രോസ് കരഞ്ഞുപോയി. ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു. കോഴി 2 പ്രാവശ്യം കോഴി വീതേ ഉള്ളൂ, 3 പ്രാവശ്യം കൂന്നതിന് മുമ്പ് നീ തള്ളിപ്പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ സംഭവിച്ചു. പത്രോസിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി. അവൻ പുറത്തു പോയി വേദനയോടുകൂടി കരഞ്ഞു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഹൃദയം വളരെ ലളിതമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേഫായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബാർന്നബാസിനും നീട്ടിത്തന്നു.
അങ്ങനെ വിജാതിയരുടെ അടുക്കലേക്ക് ഞങ്ങളും പരിച്ഛേദരുടെ അടുക്കലേക്ക് അവരും പോകുവാൻ തീരുമാനമായി. നേതൃസ്തംഭങ്ങളായി കണിക്കപ്പെട്ടിരുന്നവരാണ് യാക്കോബും പത്രോസും യോഹന്നാനും. ആരെയാണ് സ്തംഭം എന്ന് ബൈബിളിൽ വിളിക്കുന്നത്? വെളിപാട് 3 ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞിരിക്കുന്നു: പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ജെറമിയായോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജെറമിയ 1:18 ജെറമിയായോട് പറഞ്ഞിരിക്കുകയാണ്: ദേശത്തിന് മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരായിട്ട് അപ്രരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. വാക്യം 10 പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പാവങ്ങളോട് ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അവിടുത്തെ ചർച്ചയിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പാവങ്ങളോട് അവരെ പറ്റിയുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് എത്തുന്നത്. പരിച്ഛേദനത്തെ കുറിച്ചുള്ള ചർച്ച ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ പാവങ്ങൾ എന്ന് പറയുന്നത് ജെറുസലേമിലെ ക്രിസ്തീയ വിശ്വാസികളെക്കുറിച്ച് ആണെന്ന് ചിന്തിക്കാം. എന്നാൽ അവരെക്കുറിച്ച് മാത്രമല്ല, സഭയുടെ മൊത്തം ചിന്ത എന്ന് പറയുന്നത് സകല രാജ്യങ്ങളിലുമുള്ള പാവങ്ങളോട് സഭ അനുകമ്പ പ്രകടിപ്പിക്കണമെന്നാണ്. ഇവിടെ പ്രത്യേകമായിട്ടൊരു പക്ഷെങ്കിൽ ജെറുസലേമിലെ ക്രിസ്തീയ വിശ്വാസികളെ, പാവപ്പെട്ടവരെ ഓർത്തായിരിക്കാം അവിടെ ചിന്തിച്ചത് എന്ന് നമുക്ക് വിചാരിക്കാം. ജെറുസലേം സഭയിലെ നിർദ്ധനർക്ക് വേണ്ടി പൗലോസ് ഒരു സംഭാവന കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറയുന്നു, റോമ 15 25-27 വാക്യങ്ങളിൽ: ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നിർധനരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്കദോനിയായാലും അക്കായിയായാലുമുള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അതിനുള്ള കടപ്പാടുണ്ട്. എന്തെന്നാൽ അവരുടെ ആത്മീയാനുഗ്രഹങ്ങളിൽ പങ്കുകാരായ വിജാതിയർ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതാണ്. ദരിദ്രരെക്കുറിച്ച് ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു അരുളി ചെയ്തു, ലൂക്കോസിൻ്റെ സുവിശേഷം 6-1-2 വാക്യങ്ങളിൽ: ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ലൂക്ക 6:24 പറയുന്നു: എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ലൂക്ക 12:33 വാക്യം പറയുകയാണ്: നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവീൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവീൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ച് വയ്ക്കുവീൻ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്
എളുപ്പം എന്ന യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ യേശു പഠിപ്പിച്ചപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്നത്, മകനെ, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 11:25 നമ്മിങ്ങനെ പഠിപ്പിക്കുന്നത്, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. അങ്ങനെയാണ് സുഭാഷിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിലെ 2-44 വാക്യം ആദ്യ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ഒരു വിവരണം എഴുതിയിട്ടുണ്ട്. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ഹൃദയ ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. സഭയെക്കുറിച്ച് പൗലോസ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഒന്ന് കേട്ടിരിക്കണം. 1 കൊരിന്ത്യർ 12-27 വാക്യം. ഞാൻ വാക്യം വായിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഓരോ അവയവത്തിനും അതാതിൻ്റെ പ്രവർത്തനമാണ് നിർവഹിക്കുവാനുള്ളത്. അവയെ ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. ക്രിസ്തുവാണ് ശരീരത്തിൻ്റെ തല. നാം എല്ലാം ഓരോ അവയവങ്ങളാണ്. നാം എല്ലാം ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്നു. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുകയാണ്. സഭയുടെ കൂട്ടായ്മയെക്കുറിച്ച് നാം ഇപ്രകാരം മനസ്സിലാക്കുമ്പോൾ പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന ആവശ്യം നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. സ്വാർത്ഥമോഹം വെടിഞ്ഞ് നാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാം. മറ്റൊരു സഹോദരൻ്റെ വേദനയിൽ നമുക്ക് പങ്കുചേരാം. അവൻ്റെ വിലാപത്തിൽ നമുക്കും പങ്കുചേരാം. കരയുന്നവരോടുകൂടി കരയുക, അപ്പോൾ സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. അസൂയ എന്ന തിന്മ നമ്മളിൽ നിന്നും വിട്ടകലുകയും ചെയ്യും. നിയമാവർത്തനം 10:18 ഇങ്ങനെ നാം വായിക്കുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തിക്കൊടുക്കുന്നു, അവർക്ക് വസ്ത്രവും ഭക്ഷണവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ലൂക്ക 6:34 യേശുക്രിസ്തു ചോദിക്കുകയാണ്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നവന് എന്ത് മേന്മയാണുള്ളത്? കൊടുക്കുന്നിടത്തോളം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രത്യാശയിൽ പാപികളും പാപികൾക്ക് കടം കൊടുക്കുന്നു. ലൂക്കോസിൻ്റെ 6:36-38 പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവീൻ. 38 പറയുന്നു, കൊടുക്കുവീൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. വാക്യം 11 വായിക്കുകയാണ്. എന്നാൽ കേപ്പ അന്ത്യോക്യായിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു. 2-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ ജെറുസലേമിൽ വെച്ച് നടന്ന കാര്യമാണ്. 11 മുതലുള്ള വാക്യങ്ങൾ അന്ത്യോക്യായിൽ വെച്ച് നടന്ന കാര്യവുമാണ്. പരിച്ഛേദന കർമ്മത്തെക്കുറിച്ചുള്ള ഒരു തർക്കത്തിൽ ജെറുസലേമിലെ
ചർച്ചയിൽ പരിഹാരം കണ്ടു എങ്കിലും അതിനുശേഷം പൗലോസ് അന്ത്യോക്കിയയിലേക്ക് മടങ്ങി. അധികം താമസിയാതെ പത്രോസ് ഒരു സന്ദർശനം നടത്തുകയാണ് അന്ത്യോക്കിയയിൽ. അത് വളരെ താമസിക്കാതെ തന്നെയുള്ള ഒരു സന്ദർശനമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വേളയിൽ സംഭവിച്ചൊരു കാര്യമാണ് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഭക്ഷണ കാര്യത്തിൽ ഒരു അനുഷ്ഠാനക്രമം യഹൂദരുടെ ഇടയിൽ നേരത്തെ മുതലേ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. എസ്തേറിൻ്റെ പുസ്തകം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ എസ്തേർ പ്രാർത്ഥിക്കുകയാണ്: അങ്ങയുടെ ദാസി ഹാമാൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല, രാജാവിൻ്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല, വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. ഈ പ്രാർത്ഥനയിൽ നിന്നും യഹൂദ അനുഷ്ഠാനത്തിൻ്റെ ക്രമം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 10-11 വാക്യത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തടവുകാരനായി നിനിവേയിൽ എത്തിച്ചേർന്നപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല. വിജാതിയരുടെ ഭക്ഷണം സഹോദരങ്ങളൊക്കെ കഴിച്ചെങ്കിലും ഞാൻ കഴിച്ചില്ല. ലൂക്കോയുടെ സുവിശേഷം 15-ന്റെ 1-2 വാക്യങ്ങൾ: ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരീസേരും നിയമജ്ഞരും പിറുപിറുത്തു: ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിലക്കുകൾ ഇല്ല. ലഹരി പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ പെടുന്നവയല്ലല്ലോ, എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ എന്ന നിലയിൽ അവ വിലക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിലേക്കായതുകൊണ്ട് വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല, അതിൽ തെറ്റല്ല. ചുങ്കക്കാരോടും പാപികളോടും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും നിഷിദ്ധമല്ല. ഈ സിദ്ധാന്തത്തെ വിലവയ്ക്കാതെ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നതിൽ പത്രോസ് വിമുഖത കാണിക്കുന്ന ഒരവസരം അന്ത്യോക്യയിൽ വെച്ച് സംഭവിച്ചു. അതുകൊണ്ടാണ് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പൗലോസ് തൻ്റെ എതിർപ്പ് അറിയിച്ചത്. സമയം ആകുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. ഇന്ന് നമ്മൾ പഠിച്ചത് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. രക്ഷയെ സംബന്ധിച്ച് വിജയാദ്യർക്കും കൂടെ ഉള്ളതാണ് രക്ഷ, യഹൂദർക്ക് മാത്രമല്ല. അപ്പോൾ സുവിശേഷ വേലയുടെ ഒരു ഡിവിഷൻ അത് കർത്താവ് തന്നെ ചെയ്തതാണ്. അത് പത്രോസിനെ പരിച്ഛേദിതരുടെ ചുമതലയും പൗലോസിന് അപരിച്ഛേദിതരുടെ വിജാതിയരുടെ ചുമതലയും കൊടുത്ത് വേർതിരിച്ചിരിക്കുകയാണ് എന്ന ഒരു മനസ്സിലാക്കലിൽ ആ ജെറുസലേമിലെ ചർച്ച അവസാനിക്കുകയാണ്. പിന്നീട് പത്രോസ് അന്ത്യോക്യയിൽ സന്ദർശിച്ചപ്പോൾ ഉണ്ടായൊരു സംഭവമാണ് നമ്മൾ പറയുന്നത്. അവിടെ വെച്ച് പത്രോസ് ആദ്യം പ്രജാതികളോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെങ്കിലും പിന്നീട് പത്രോസ് ജെറുസലേമിൽ നിന്ന് ചില ഫരീസിയരൊക്കെ വന്നപ്പം അതങ്ങ് നിർത്തി, ആ ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രജാതികളുടെ കൂടെ ഇരുന്ന് അപ്പം കഴിക്കുന്നത് മോശമാണെന്നുള്ള രീതിയിൽ മാറിയിരുന്നപ്പോഴാണ് പൗലോസ് അതിനെ എതിർത്ത് സംസാരിച്ചത്. അങ്ങനെ പാടില്ല. കാര്യം നമ്മുടെ വിശ്വാസം അതല്ലല്ലോ. നമ്മളെ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ രക്ഷ പ്രാപിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളല്ല നമുക്ക് രക്ഷ തരുന്നത്. അപ്പോൾ നമ്മൾ തെറ്റായ ഒരു ആശയഗതിയിലോട്ട് മറ്റുള്ളവർക്ക് തെറ്റായ ചിന്ത വരത്തക്കവണ്ണം അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്ന് പത്രോസിൻ്റെ മുഖത്ത് നോക്കി പൗലോസ് പ്രസ്താവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
പിന്നീട് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നേതൃസ്തംഭങ്ങളായി പരിഗണിക്കപ്പെട്ടവരവർ, ഞാനത് വലിയ ഇതായിട്ടൊന്നും കണക്കാക്കുന്നില്ല. കാരണം ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങൾ എന്താണെന്ന് അറിയുന്നതിലല്ലല്ലോ രക്ഷ. പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് യേശുക്രിസ്തുവിൽ നിന്ന് തന്നെ വെളിപാടനുസരിച്ചാണ് സുവിശേഷം സ്വീകരിച്ചിരിക്കുന്നത്. പത്രോസ് പ്രസംഗിച്ച കാര്യങ്ങൾ, എഴുതിയ കാര്യങ്ങൾ ആ വെളിപാടനുസരിച്ച് ചെയ്തതാണ്. ക്രിസ്തീയ സഭ ഇന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്യങ്ങളൊക്കെയും പൗലോസിൻ്റെ ഈ ലേഖനങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവിനെ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതായതുകൊണ്ട് അതിനെ നമ്മൾ എതിർത്ത് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് തന്നെ ഗലാത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഞാൻ പ്രസംഗിച്ച പ്രസംഗമല്ലാതെ ഒരു മാലാഖ വന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കരുത്, അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്ന പ്രകാരമുള്ള വിശ്വാസം നമുക്ക് ഉറച്ചുനിന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. പിന്നെ നാം ദൈവത്തെ അതിന് സ്തുതിച്ചുകൊണ്ടിരിക്കണം. കാരണം വിജാതീയരായ നമ്മളൊക്കെ, ഇന്ത്യയിലുള്ള നമ്മളെല്ലാം ഒരു കാലത്ത് വിജാതീയരായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിനെ അറിയാനും ആ വിശ്വാസത്തിലായി തീരാനും പഠിക്കാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ദൈവം തിരുമനസ്സായതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ 12-ാം വാക്യം, 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ അടുത്ത ധ്യാനത്തിൽ നമുക്കത് പഠിച്ച് ധ്യാനിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ഫലം നന്നായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.